നമസ്കാരം. ലോക വാർത്താ വിശേഷങ്ങളുമായി വേൾഡ് ഡെസ്ക്. എവർക്കും സ്വാഗതം. റഷ്യയിൽ പള്ളികളിലും സിനഗോഗിലും ഭീകരാക്രമണം, 20 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ റഷ്യയിലെ ഡാഗെസ്താൻ പ്രവിശ്യയിൽ ഭീകരാക്രമണത്തിൽ 15 പോലീസുകാർ ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടു. 46 പേർക്ക് പരിക്കേറ്റു. ഓർത്തഡോക്സ് വൈദികരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ജൂൺ 24 രാത്രി 2 നഗരങ്ങളിലെ 2 ഓർത്തഡോക്സ് പള്ളികൾക്കും ഒരു സിനഗോഗിനും ഒരു പോലീസ് സ്റ്റേഷനും നേർക്കായിരുന്നു ആക്രമണം. 6 ഭീകരരെ സുരക്ഷാസേന വധിച്ചതായി റിപ്പോർട്ടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ഡാഗെസ്താനിൽ മുൻകാലങ്ങളിലും നിരവധി ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റഷ്യക്കെതിരെ പോരാട്ടം നടക്കുന്ന ചെച്നിയോട് ചേർന്ന പ്രദേശമാണ് ഡാഗെസ്താൻ. മേഖലയിൽ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. കാസ്പിയൻ കടൽ തീരത്തുള്ള ഡർബന്റെ നഗരത്തിലെ ഒരു സിനഗോഗും ഒരു പള്ളിയും ഡംഗെസ്താന്റെ തലസ്ഥാനമായ മഗാച്ച്കൊലയിലെ ഒരു പള്ളിയും ഒരു ട്രാഫിക് പോലീസ് പോസ്റ്റുമാണ് ഭീകരർ ആക്രമിച്ചത്. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയവരാണ് ആക്രമണം നടത്തിയത്. ഫാദർ നിക്കോളായി കൊട്ടെൽനിക്കോവ് ആണ് കൊല്ലപ്പെട്ട വൈദികൻ. ഇദ്ദേഹം 40 വർഷമായി ഡർബൻഡിൽ പ്രവർത്തിച്ചു വരികയാണ്. ഡാഗെസ്താനിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ആക്രമണത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ കുറ്റപ്പെടുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ രംഗത്തെത്തി. ആക്രമണത്തിന് പിന്നിൽ യുക്രൈനാണെന്ന് ഡാഗെസ്താൻ റിപ്പബ്ലിക് തലവൻ സെർഗെയ് മെലിക്കോവ് ആരോപിച്ചു. സെർജോ കാല ജില്ലാ തലവൻ മഗോമെത് ഒമറുവിന്റെ 2 മക്കൾ അക്രമി സംഘത്തിലുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. ഒമറുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുനിത വില്യംസിന്റെ മടക്കയാത്ര വീണ്ടും നീട്ടി, കാരണം വ്യക്തമാക്കാതെ നാസ. അമേരിക്കൻ വിമാന നിർമ്മാതാക്കളായ ബോയിങ് കമ്പനി നാസയുടെ സഹായത്തോടെ വികസിപ്പിച്ച സ്റ്റാർ ലൈനർ പേടകത്തിൽ കഴിഞ്ഞ 5-നാണ് സുനിതയും നാസയുടെ മറ്റൊരു ബഹിരാകാശ സഞ്ചാരി ബുച്ച് വിൽമറും അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് യാത്രയായത്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട ശേഷം ഇതേ പേടകത്തിൽ തന്നെ 10-ന് മടങ്ങാനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും മടക്കയാത്ര 14-ലേക്ക് മാറ്റിയതായി നാസ അറിയിച്ചു. പിന്നീട് 26-ലേക്കും മടക്കയാത്ര മാറ്റി. സുനിതയും ബുച്ച് വിൽമറും 90 ദിവസം വരെ അവിടെ തുടർന്നേക്കാമെന്നാണ് നാസ നൽകിയ സൂചന. ഇവരുടെ ബഹിരാകാശയാനമായ സ്റ്റാർ ലൈനർ പേടകത്തിന്റെ തകരാർ പരിഹരിക്കാൻ സമയമെടുക്കുമെന്നതാണ് കാരണം. സ്റ്റാർ ലൈനറിന്റെ ഉടമസ്ഥരായ ബോയിങ് കമ്പനി ഭൂമിയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി ഫലം പരിശോധിച്ച ശേഷമായിരിക്കും സുനിതയും വിൽമറും അടങ്ങുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. സുനിതയുടെയും വിൽമറിന്റെയും ദൗത്യം 45-ൽ നിന്ന് 90 ദിവസത്തിലേക്ക് നീട്ടുന്ന കാര്യം പരിഗണിക്കുന്നതായി നാസയുടെ വാണിജ്യ വിഭാഗത്തിലെ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്റ്റിച്ച് അറിയിച്ചു. ബോയിങ് കമ്പനി ഭൂമിയിൽ നടത്തുന്ന പരീക്ഷണങ്ങളുടെ ഫലം ഉറ്റുനോക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹിരാകാശ യാത്രകൾക്ക് ബോയിങ് വികസിപ്പിച്ച സ്റ്റാർ ലൈനർ പേടകത്തിൽ മനുഷ്യനെ കയറ്റിയുള്ള ആദ്യ പരീക്ഷണത്തിലാണ് സുനിതയും വിൽമറും ജൂൺ 6-ന് ബഹിരാകാശ സ്റ്റേഷനിൽ എത്തിയത്. എട്ട് ദിവസത്തിനു ശേഷം ഇവർ മടങ്ങേണ്ടതായിരുന്നു. എന്നാൽ സ്റ്റാർ ലൈനറിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതോടെ ഇരുവരും ബഹിരാകാശ സ്റ്റേഷനിൽ കുടുങ്ങിയ മട്ടാണ്. ഹീലിയം ചോർച്ച, ത്രസ്റ്റർ പ്രവർത്തിക്കാതിരിക്കൽ എന്നീ പ്രശ്നങ്ങളാണ് സ്റ്റാർ ലൈനർ നേരിടുന്നത്. ഇതിന്റെ കാരണം കണ്ടെത്താൻ ബോയിങ്ങിന്റെ എഞ്ചിനീയർമാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി കമ്പനി ന്യൂ മെക്സിക്കോയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ പോവുകയാണ്.
ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിച്ചാൽ സുനിതയും വിൽമറും ഭൂമിയിലേക്ക് മടങ്ങുമെന്ന് ബോയിംഗ് അധികൃതർ പറഞ്ഞു. ഇതിനിടെ സുനിതയും വിൽമറും ബഹിരാകാശ സ്റ്റേഷനിലെ മറ്റു യാത്രികർക്കൊപ്പം ഇണങ്ങിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. മുമ്പ് ആളില്ലാതെ നടത്തിയ സ്റ്റാർലൈനർ പേടകത്തിന്റെ 2 പരീക്ഷണ പറക്കലുകളിൽ 5 പിഴവുകൾ കണ്ടെത്തിയിരുന്നു. മനുഷ്യനെ കയറ്റിയുള്ള സ്റ്റാർലൈനർ പേടകത്തിന്റെ ആദ്യ യാത്രയായിരുന്നു ഇത്. 58-കാരിയായ സുനിതയുടെ 3ാം ബഹിരാകാശ യാത്രയാണിത്. സുനിത പേടകത്തിന്റെ പൈലറ്റും 61-കാരനായ വിൽമർ കമാൻഡറുമാണ്. ബോയിംഗ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ദൗത്യം സ്റ്റാർലൈനറിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പതിവ് യാത്രകൾ നടത്താനുള്ള നിർണായക ചുവടുവയ്പ്പാണ്. ഇത് വിജയിച്ചാൽ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിന് ശേഷം ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലേക്കും തിരിച്ചും കൊണ്ടുപോകുന്ന 2ാമത്തെ സ്വകാര്യ ബഹിരാകാശ പേടകമായി സ്റ്റാർലൈനർ മാറും. സുനിത 2006-ലും 2012-ലുമായി 322 ദിവസം ബഹിരാകാശ സ്റ്റേഷനിൽ കഴിഞ്ഞിട്ടുണ്ട്. സുനിതയുടെ അച്ഛൻ ഗുജറാത്തിൽ നിന്നുള്ളയാളും അമ്മ സ്ലോവേനിയൻ വംശജീയുമാണ്. റൊണാൾഡോയ്ക്കൊപ്പം സെൽഫി, കുട്ടി ആരാധകനും ശിക്ഷ കിട്ടും. യൂറോ കപ്പിൽ കളിക്കിടെ മൈതാനത്തിറങ്ങി പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊപ്പം സെൽഫി എടുത്ത കുട്ടി ആരാധകനെ വെറുതെ വിടില്ലെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം തുർക്കിക്കെതിരായ മത്സരത്തിനിടെ നിരവധി തവണ ആരാധകർ മൈതാനത്തേക്കിറങ്ങി റൊണാൾഡോയ്ക്കൊപ്പം സെൽഫി എടുക്കാൻ മുതിർന്നിരുന്നു. അതിനിടെയാണ് ഏവരെയും അമ്പരപ്പിച്ച് 10 വയസ്സുകാരൻ മൊബൈൽ ഫോണുമായി ഇഷ്ടതാരത്തിനൊപ്പം സെൽഫി എടുക്കാനെത്തിയത്. റൊണാൾഡോ സെൽഫിക്കായി നിന്നുകൊടുക്കുകയും ചെയ്തു. പതിവ് ശിക്ഷാരീതിയായ ഉടൻ പുറത്താക്കൽ ഒഴിവാക്കി കളി മുഴുവൻ കാണാൻ കുട്ടിയെ അനുവദിച്ചെങ്കിലും തുടർ ശിക്ഷാ നടപടികൾക്ക് വിധേയനാകേണ്ടി വരുമെന്നാണ് സൂചന. ഒരു വർഷം മുതൽ 3 വർഷം വരെ സ്റ്റേഡിയം വിലക്കോ 20,000 യൂറോ വരെ പിഴയാണ് ശിക്ഷ. കുട്ടിയുടെ നിഷ്കളങ്കത കണക്കിലെടുത്ത് പരിമിതമായ ഒരു ശിക്ഷ ലഭിക്കാനാണ് സാധ്യത. സെൽഫി എടുത്ത കുട്ടിത്താരം സോഷ്യൽ മീഡിയയിൽ വൈറലായെങ്കിലും താരങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് പോർച്ചുഗൽ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് പ്രതികരിച്ചു. ഗാസ സിറ്റിയിൽ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ പലസ്തീൻ ഫുട്ബോൾ താരം അഹമ്മദ് അബു അൽ അത്തയും കുടുംബവും കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ചയാണ് ഇവരുടെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായത്. അത്തയുടെ ഭാര്യ ഡോക്ടർ റൂബ ഇസ്മായിലും 2 മക്കളും കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഗാസ മുനമ്പ് ടീമായ അൽ അഹ്ലി ഗാസയുടെ കളിക്കാരനാണ് അത്ത. 9ാം മാസത്തിലെത്തിയ ഗാസ യുദ്ധത്തിൽ ഇതുവരെ 300 കായിക താരങ്ങളും സ്പോർട്സ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി പലസ്തീൻ ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷൻ ജിബ്രീൽ റജൌബ് പറഞ്ഞു. ഗാസ സിറ്റിയിലെ UN പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുടെ കേന്ദ്രത്തിലും ബോംബിട്ടതായി റിപ്പോർട്ടുണ്ട്. യമനിലെ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ചെങ്കടലിൽ ചരക്ക് കപ്പലിന് കേടുപാടുകൾ പറ്റി. ജീവനക്കാർ സുരക്ഷിതരാണ്. ചൈനയിലേക്ക് പോവുകയായിരുന്നു കപ്പൽ. ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ പരിക്കേറ്റ പലസ്തീൻ യുവാവിനെ മിലിറ്ററി ജീപ്പിന്റെ മുകളിൽ കെട്ടിവെച്ചു കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ പുറത്തുവന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ സ്വദേശിയായ മുജാഹിദ് അസ്മിയെ ജീപ്പിൽ കെട്ടിവെച്ചു കൊണ്ടുപോകുമ്പോൾ 2 ആംബുലൻസുകൾ കടന്നുപോകുന്നതും വീഡിയോയിൽ കാണാം. സൈന്യം ചട്ടം ലംഘിച്ചതായി ഇസ്രയേലും സ്ഥിരീകരിച്ചു. ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 37,598 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 86,032 പേർക്ക് പരിക്കേറ്റു. 1901 ദിവസങ്ങൾക്ക് ശേഷം വിക്കിലീക്സ് സ്ഥാപകൻ
ജൂലിയൻ അസാഞ്ചിന് മോചനം. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിന് മോചനം. അമേരിക്കൻ പ്രോസിക്യൂഷനുമായി ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ലണ്ടനിലെ ജയിലിൽ നിന്നും മോചിതനായ അദ്ദേഹം ചാർട്ടർ ചെയ്ത വിമാനത്തിൽ സ്വദേശമായ ഓസ്ട്രേലിയയിലേക്ക് പോയി. ജൂൺ 26 വൈകുന്നേരം കാൻബറയിൽ വിമാനമിറങ്ങിയ അദ്ദേഹത്തെ ഭാര്യ സ്റ്റെല്ലയും പിതാവ് ജോൺ ഷിപ്സണും സ്വീകരിച്ചു. ഇരുവരെയും അസാഞ്ച് ആലിംഗനം ചെയ്തു. ധാരണപ്രകാരം അദ്ദേഹം ഓസ്ട്രേലിയയോട് ചേർന്ന അമേരിക്കൻ പ്രദേശമായ നോർത്തേൺ മരിയാന ദ്വീപിലെ ഫെഡറൽ കോടതിയിൽ ഹാജരായി. വിക്കിലീക്സിലൂടെ അമേരിക്കൻ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയതിന് ചുമത്തപ്പെട്ട ചാരവൃത്തി കേസിൽ അസാഞ്ച് കോടതിയിൽ കുറ്റം സമ്മതിച്ചു. അതേസമയം ചുമത്തപ്പെട്ട 18 കുറ്റങ്ങളിൽ 1 മാത്രമാണ് കുറ്റസമ്മതം നടത്തിയത്. ബ്രിട്ടീഷ് ജയിലിലെ തടവുകാലം പരിഗണിച്ച് അമേരിക്കൻ കോടതി അദ്ദേഹത്തെ പോകുവാൻ അനുവദിക്കുകയായിരുന്നു. അമേരിക്കയിൽ പോകാൻ താല്പര്യമില്ലാത്തതും ഓസ്ട്രേലിയയിലേക്ക് അടുത്താണെന്നതും പരിഗണിച്ചാണ് അസാഞ്ച് ഈ കോടതിയിൽ ഹാജരായത്. അസാഞ്ചിന്റെ മോചനത്തിൽ അമേരിക്കയ്ക്കും ബ്രിട്ടനും നന്ദി അറിയിക്കുന്നതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അറിയിച്ചു. അതേസമയം അമേരിക്കൻ സേന ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പുറത്തുകൊണ്ടുവന്ന അസാഞ്ചിനെ ചൈനീസ് സർക്കാരിനെ പോലെയാണ് വേട്ടയാടിയതെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഗ്രെഗ് ബേൺസ് ആരോപിച്ചു. വിക്കിലീക്സ് വെബ്സൈറ്റ് വഴി അമേരിക്കൻ പ്രതിരോധ രഹസ്യങ്ങൾ പുറത്തുവിട്ടതിന് ചുമത്തപ്പെട്ട ചാരവൃത്തി കേസിൽ കുറ്റം ഏറ്റുപറയാമെന്ന് സമ്മതിച്ചതാണ് അസാഞ്ചിന്റെ മോചനം സാധ്യമാക്കിയത്. ഓസ്ട്രേലിയൻ സർക്കാരിന്റെ സമ്മർദ്ദം മൂലമാണ് അമേരിക്കൻ പ്രോസിക്യൂഷൻ ധാരണയ്ക്ക് വഴങ്ങിയതെന്ന് റിപ്പോർട്ടുണ്ട്. ഓസ്ട്രേലിയൻ പൗരനായ അസാഞ്ച് 2006 സ്ഥാപിച്ച വിക്കിലീക്സ് വെബ്സൈറ്റിലൂടെ അമേരിക്കൻ സേനയുമായി ബന്ധപ്പെട്ട 1 കോടിയിലധികം രഹസ്യരേഖകളാണ് പുറത്തുവിട്ടത്. അമേരിക്കൻ സൈനികർ ഇറാഖിൽ നിരപരാധികളെ വധിക്കുന്ന വീഡിയോ 2010 പുറത്തുവിട്ടു. സൈനികരുടെ സുരക്ഷ അപകടത്തിലാക്കിയ അസാഞ്ചിനെതിരെ അമേരിക്ക ചാരവൃത്തിക്ക് കേസെടുത്തു. ഇതേ വർഷം തന്നെ 2 സ്ത്രീകളുടെ പീഡന പരാതിയിൽ സ്വീഡിഷ് സർക്കാരും അസാഞ്ചിനെതിരെ കേസെടുത്തു. അമേരിക്കയ്ക്ക് കൈമാറാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് കേസെന്നാരോപിച്ച അസാഞ്ച് ലണ്ടനിലേക്ക് രക്ഷപ്പെട്ടു. ബ്രിട്ടീഷ് പോലീസിന്റെ അറസ്റ്റ് നീക്കത്തിനിടെ അദ്ദേഹത്തിന് ലണ്ടനിലെ ഇക്വഡർ എംബസി 2012 അഭയം നൽകി. തുടർന്നുള്ള 7 വർഷം ഇക്വഡർ എംബസിയിലായിരുന്നു വാസം. പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് എംബസിക്ക് പുറത്തുണ്ടായിരുന്നു. 2019 ഇക്വഡർ സർക്കാർ അഭയം നിഷേധിച്ചതോടെ പുറത്തിറങ്ങിയ അസാഞ്ച് അറസ്റ്റിലായി. ഇതേ വർഷം തന്നെ സ്വീഡിഷ് സർക്കാർ അസാഞ്ചിനെതിരായ കേസ് പിൻവലിച്ചിരുന്നു. ഇതിനിടെ ചാരക്കേസിലെ വിചാരണയ്ക്കായി അസാഞ്ചിനെ വിട്ടുകിട്ടാൻ US പ്രോസിക്യൂഷൻ ബ്രിട്ടീഷ് കോടതിയെ സമീപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലാണ് ഇപ്പോൾ മോചനം സാധ്യമായിരിക്കുന്നത്. 1901 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് തിങ്കളാഴ്ച അസാഞ്ച് മോചിതനായതെന്ന് വിക്കിലീക്സ് അറിയിച്ചു. ബെൽമാർഷ് ജയിലിൽ നിന്ന് ലണ്ടനിലെ സ്റ്റാൻസ്റ്റഡ് വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് തിരിക്കുകയായിരുന്നു. സെർബിയയിൽ ഇസ്രയേലി എംബസിക്ക് സമീപം ആക്രമണം. സെർബിയയിൽ ഇസ്രയേലി എംബസിക്ക് സമീപം ആക്രമണം. സെർബിയൻ തലസ്ഥാനമായ ബെൽഗ്രേഡിലെ ഇസ്രയേലി എംബസിക്ക് പുറത്തുണ്ടായ ആക്രമണത്തിൽ പോലീസുകാരന് ഗുരുതര പരിക്ക്. എംബസിക്ക് കാവൽ നിന്നിരുന്ന പോലീസുകാരന് നേർക്ക് ഒരാൾ ക്രോസ്ബോ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. പോലീസുകാരന്റെ പ്രത്യാക്രമണത്തിൽ വെടിയേറ്റ് അക്രമി മരിച്ചു. കഴുത്തിൽ അമ്പേറ്റ പോലീസുകാരനെ ആശുപത്രിയിലാക്കി. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ പോലീസുകാരൻ അപകടനില തരണം ചെയ്തിട്ടില്ല. സെർബിയയ്ക്ക് നേർക്കുള്ള ഭീകരാക്രമണമാണ് നടന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചു.
സംഭവവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒട്ടേറെ പേരെ അറസ്റ്റ് ചെയ്തതായും അറിയിച്ചു. അക്രമിയുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ലോകത്ത് പലയിടത്തും ഇസ്രയേലി എംബസികൾക്ക് സമീപം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹിരാകാശ നിലയത്തിന് വയസ്സായി പിന്മാറാൻ റഷ്യ, തകർത്ത് സമുദ്രത്തിലേക്ക് തള്ളിയിടാൻ ഇലോൺ മസ്ക്. രാജ്യാന്തര ബഹിരാകാശ നിലയം കാലാവധി പൂർത്തിയാക്കുമ്പോൾ തകർത്ത് തരിപ്പണമാക്കേണ്ട ചുമതല ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിക്ക്. 430 ടണ്ണോളം ഭാരം വരുന്ന നിലയത്തെ പസഫിക് സമുദ്രത്തിലേക്ക് തള്ളിയിടാൻ കരുത്തുള്ള വാഹനം കമ്പനി നിർമ്മിക്കും. അടുത്ത പതിറ്റാണ്ടിന്റെ ആദ്യമാണ് ഇത് വേണ്ടിവരിക. ഫുട്ബോൾ മൈതാനത്തിന്റെ വലുപ്പം വരുന്ന നിലയം US, റഷ്യ എന്നിവിടങ്ങളിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞരാണ് പ്രധാനമായും നയിക്കുന്നത്. തിരിച്ചിറക്കാൻ ആവശ്യമായ റഷ്യൻ സാങ്കേതിക വിദ്യയുമായാണ് നിലയം നിൽക്കുന്നത്. എന്നാൽ രാജ്യാന്തര ബഹിരാകാശ ധാരണകളിൽ നിന്ന് റഷ്യ പെട്ടെന്നൊരു ദിവസം പിന്നോട്ട് പോയാലോ എന്ന് കരുതി നിലയത്തെ തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ കാര്യങ്ങൾ നാസ സ്വന്തം നിലയിൽ അന്വേഷിക്കുന്നുമുണ്ട്. 24 വർഷമായി നിലനിൽക്കുന്ന നിലയത്തിന്റെ കാലാവധി 2030 അവസാനിപ്പിക്കാനാണ് നാസയുടെ പദ്ധതി. US, ജപ്പാൻ, കാനഡ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവരും ബഹിരാകാശ നിലയത്തിന്റെ നിലനിൽപ്പിനായി 2030 വരെ കൈകോർക്കാൻ ധാരണയായിട്ടുണ്ട്. 2028 വരെയേ നിലയത്തിന്റെ ഭാഗമായിരിക്കൂ എന്നാണ് റഷ്യയുടെ നിലപാട്. യുക്രൈൻ യുദ്ധം ഉൾപ്പെടെ അടുത്തിടെ രാജ്യാന്തര തലത്തിൽ റഷ്യ മറ്റു രാജ്യങ്ങളുമായി ചേരാതെ നിൽക്കുകയാണ്. ഇക്കാരണങ്ങളാൽ കൃത്യമായ പദ്ധതി ഒരുക്കണമെന്ന് വൈറ്റ് ഹൗസ് ഉൾപ്പെടെയുള്ള മറ്റു സർക്കാർ നേതൃത്വവും നാസയോട് ആവശ്യപ്പെട്ടു. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിലയത്തിന്റെ വലിയൊരു പങ്കും കത്തിയമരും. എങ്കിലും ബാക്കി ആളഭയമുണ്ടാകാത്ത വിധം സമുദ്രത്തിൽ വീഴുന്ന തരത്തിലായിരിക്കും ക്രമീകരണമെന്നാണ് കരുതുന്നത്. ഇതിനുള്ള ഒരുക്കങ്ങൾക്കായി 7032 കോടി രൂപയുടെ കരാർ ബുധനാഴ്ച പ്രഖ്യാപിച്ചു. പ്രായമേറുന്നതിനാൽ രാജ്യാന്തര നിലയം 2031 തിരിച്ചിറക്കുമെന്ന് കഴിഞ്ഞ വർഷം നാസ പ്രഖ്യാപിച്ചിരുന്നു. 1998 റഷ്യയുടെ പ്രോട്ടോൺ റോക്കറ്റാണ് സ്പേസ് സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള ആദ്യ മൊഡ്യൂൾ ബഹിരാകാശത്ത് എത്തിച്ചത്. കെനിയൻ പ്രസിഡന്റ് പരാജയം സമ്മതിച്ചു, നികുതി വർധനയില്ല. കെനിയയിലെ വിവാദമായ നികുതി വർധന പിൻവലിക്കുമെന്ന് പ്രസിഡന്റ് വില്യം റൂട്ടോ പ്രഖ്യാപിച്ചു. കെനിയൻ ജനത നികുതി വർധനയെ അംഗീകരിക്കില്ലെന്ന് വ്യക്തമായെന്നും പരാജയം സമ്മതിക്കുകയാണെന്നും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞു. നികുതി വർധനയ്ക്കെതിരായ പ്രതിഷേധം രക്തച്ചൊരിച്ചിലിൽ കലാശിച്ചതിന് പിന്നാലെയാണ് പ്രസിഡന്റിന്റെ നടപടി. ചൊവ്വാഴ്ച പാർലമെന്റ് പരിസരത്ത് പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ കുറഞ്ഞത് 23 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്തിയിട്ടില്ല. കെനിയാത്ത നാഷണൽ ആശുപത്രിയിൽ 160 പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ തലസ്ഥാനമായ നെയ്റോബിയിൽ പട്ടാളത്തെ വിന്യസിക്കാൻ പ്രസിഡന്റ് വില്യം റൂട്ടോ നേരത്തെ ഉത്തരവിട്ടിരുന്നു. പ്രതിഷേധക്കാർ പാർലമെന്റ് മന്ദിരത്തിന് തീയിടുകയും കൊള്ളയടിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് സൈന്യത്തെ രംഗത്തിറക്കിയിരിക്കുന്നത്. പോലീസിനെ സഹായിക്കാൻ വേണ്ടിയാണ് സൈന്യമെന്ന് പ്രതിരോധ മന്ത്രി ഏഡൻ ബെർഡുവാലെ അറിയിച്ചു. ജീവിത ചെലവ് വർദ്ധിച്ചിരിക്കുന്നതിനിടെ നികുതി ഉയർത്താനുള്ള നീക്കമാണ് കെന്യൻ യുവാക്കളെ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. ജൂൺ 25 കെനിയയിലുടനീളം പ്രതിഷേധമുണ്ടായെങ്കിലും നെയ്റോബിയിലെ പാർലമെന്റ് മന്ദിരത്തിന് ചുറ്റും വലിയ ആക്രമണങ്ങളാണ് അരങ്ങേറിയത്. നികുതി
നികുതി വർധന ഉൾപ്പെടുന്ന ധനകാര്യ ബിൽ പാസാക്കിയ എംപിമാർ പാർലമെന്റിന്റെ നിലവറയിൽ ഒളിച്ചു. പ്രതിഷേധക്കാർ പോലീസിനെ കല്ലെറിഞ്ഞതാണ് സംഘർഷങ്ങളുടെ തുടക്കമെന്ന് പറയുന്നു. തുടർന്ന് പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചെങ്കിലും ഫലമില്ലാതെ വന്നപ്പോഴാണ് വെടിവെച്ചത്. അതേസമയം പ്രതിഷേധത്തിന് പിന്നിൽ ക്രിമിനലുകളാണെന്നാണ് പ്രസിഡന്റ് വില്യം റൂട്ടോ പറഞ്ഞത്. കെനിയയിലെ അക്രമ സംഭവങ്ങളിൽ ബ്രിട്ടനും ജർമ്മനിയും അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾ ഞെട്ടൽ പ്രകടിപ്പിച്ചു. സംയമനം പാലിക്കണമെന്ന് US ആവശ്യപ്പെട്ടു. ഇതോടെ വേൾഡ് ഡെസ്ക് ഇവിടെ പൂർണ്ണമാകുകയാണ്. കൂടുതൽ ലോക വാർത്തകളുമായി അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. നന്ദി.